പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 5-ാം മാസത്തിൻ്റെ 21-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാരും ദൈവദാസിമാരും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 127-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു: യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. മനുഷ്യർ എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പലതും പണിയുന്നവരാണ്. ആരും അലസരായി കഴിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നാം പണിയുന്നത് ഉറപ്പുള്ളതും നിലനിൽക്കുന്നതും ആയിരിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്തെല്ലാമാണ് മനുഷ്യൻ പണിയുന്നത്? വീട്, കുടുംബം, പട്ടണം, ആലയം, സാമ്പത്തിക ഭദ്രത, സുവിശേഷ വേല, ക്രിസ്തീയ ജീവിതം, കലാ, സംസ്കാരം, രാഷ്ട്രീയം തുടങ്ങിയ പല നിലയിലുള്ള പണികളിൽ മനുഷ്യർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു ദിനവും. നമ്മുടെ പണികൾ ചിലത് വിജയിക്കുകയും ചിലത് പരാജയപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ നാം എന്ത് പണി നടത്തിയാലും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോടു കൂടെ പണിതില്ല എങ്കിൽ ആ പണി പരാജയമായിരിക്കും എന്നതിന് സംശയമില്ല. ദൈവത്തിൻ്റെ അനുവാദത്തോടും സമ്മതത്തോടും കൂടെ പണിയണം എന്നല്ല, മറിച്ച് ദൈവം തന്നെ പണി നടത്തിയില്ല എങ്കിൽ ആ പണി പരാജയമായിരിക്കും എന്നാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ആത്മീയവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങൾക്കും ഈ പ്രമാണം ബാധകമാണ്. ആത്മീയ ജീവിതത്തിൽ ഫലം കായ്ക്കുന്നതിനെക്കുറിച്ചും ക്രിസ്തീയ ജീവിതം നന്നായി നിലനിൽക്കുന്നതിനെക്കുറിച്ചും കർത്താവ് പറയുമ്പോൾ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നാണ്. കർത്താവിനെ കൂടാതെ മീൻപിടുത്തത്തിന് പോവുകയും പോയ ആ പത്രോസിന് ഒന്നും ലഭിക്കാതെ ശൂന്യമായി താനായിരിക്കുന്നതും കാണുവാനിടയായി. ഈ രോഗികളെ സൗഖ്യമാക്കുവാൻ ശ്രമിച്ചപ്പോഴും ശിഷ്യന്മാർ അത് അനുഭവിച്ച് അറിഞ്ഞതാണ്. നമ്മുടെ ആത്മീയ ജീവിതം നന്നായിരിക്കണമെങ്കിൽ കർത്താവ് നമ്മോട് കൂടെ ഇരിക്കണം. ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ കൂടെ നടത്തി കനാൻ നാട്ടിൽ എത്തിക്കുന്നതിന് ആവശ്യമായ കഴിവും അധികാരവും അതിനുള്ള പ്രാപ്തിയും ദൈവം മോശയ്ക്ക് നൽകി. കൂടാതെ അവർ കനാൻ നാട്ടിൽ എത്തുന്നത് വരെയും അവരുടെ വഴികാട്ടിയായി ഒരു ദൂതനൊപ്പമുണ്ടായിരിക്കുകയും ചെയ്യുമെന്നും ദൈവം മോശയോട് കൽപ്പിച്ചു. മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങളിൽ നിന്നാണ് പ്രാഥമിക ആവശ്യങ്ങളിൽ ഒന്നാണ് പാർപ്പിടം. എക്കാലത്തും മനുഷ്യൻ്റെ ശ്രദ്ധയും പരിശ്രമവും പാർപ്പിട നിർമ്മാണത്തിൽ പതിഞ്ഞിരിക്കുന്നു. ഒരു കുടുംബത്തിന് മാന്യമായി പാർക്കുവാനുള്ള ഭവനം പണിയുന്നതിനോട് കൂടെ മാത്രമേ ദൈവം ഉണ്ടായിരിക്കുകയുള്ളൂ. ഭവനം പണിയുവാൻ കോടിക്കണക്കിന് മുതൽ മുടക്കുന്നവരും മണിമന്ദിരങ്ങൾ പണിയുന്നവരും പ്രൗഢിയും പ്രതാപവും വിളിച്ചറിയിക്കുന്നതിനും ഉള്ള ഉപാധിയായി തീർക്കുമ്പോഴും ദൈവം അവരോടുകൂടെ ഇരിക്കുകയില്ല. ഏത് ഭവനവും ചമയ്ക്കുന്നത് ദൈവമാണ്. ഇവിടത്തെ ഭവനം താൽക്കാലികം ആണെന്നും നാം നമ്മുടെ ശാശ്വത ഭവനത്തിലേക്ക് പോകേണ്ടവരാണെന്നുമുള്ള ചിന്തയോടുകൂടെ വേണം നാം വീട് പണിയേണ്ടത്. ദൈവത്തെ അറിയാത്തവരും ദുഷ്ടത പ്രവർത്തിക്കുന്നവരും നല്ല വീടുകൾ പണിയുന്നുണ്ട്. അവരുടെ പണിയിൽ ദൈവം സഹായകനായി വരണമെന്ന് അവർ ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നില്ല. എന്നിട്ടും അവർ പണി തുടങ്ങുകയും പൂർത്തീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതിൽ പാർക്കുവാൻ ആരും ഉണ്ടാകുകയില്ല എന്നാണ് വചനം വ്യക്തമാക്കുന്നത്. മദ്യപാനികളും ലോകമോഹികളും പാപം ചെയ്യുന്നവരും വചനം നിരസിച്ച് ജീവിക്കുന്നവരും വീട് പണിതാലും അവന് അതിൽ പാർക്കുവാൻ ഇടവരികയില്ല എന്നും കൂടെ തിരുവെഴുത്തിൽ കാണുന്നു. ഇനി
അതിൽ പാർത്താലും സ്വസ്ഥതയുണ്ടാവുകയില്ല. വീട് പണിയുന്നതിനേക്കാൾ സ്തോത്രം പ്രധാനമാണ് ഒരു നല്ല കുടുംബം പണിയുക എന്നത്. സമാധാനമായി ജീവിക്കുന്ന കുടുംബങ്ങളേക്കാൾ ഇന്ന് അധികമുള്ളത് തകരുന്ന സ്തോത്രം അല്ലെങ്കിൽ തകർത്തുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. തിരഞ്ഞെടുപ്പുകൾ തെറ്റിപ്പോകുന്നത് കൊണ്ട് മാത്രമല്ല ഇന്ന് അനേക കുടുംബങ്ങളും തകരുന്നത്. പിന്നെയോ കുടുംബജീവിതം ആരംഭിക്കുന്ന സമയം മുതൽ കർത്താവിനെ മാറ്റി നിർത്തുകയും ഭവനാന്തരീക്ഷം സന്തോഷപ്രദമാക്കുവാൻ ശ്രമിക്കുന്നതും കൊണ്ടാണ് തകർച്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഭാര്യയുടെ ഇഷ്ടത്തിന് ഭർത്താവ് വിട്ടുകൊടുക്കുന്നു. കുടുംബം സന്തോഷമാകുവാൻ ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് ഭാര്യ വിട്ടുകൊടുക്കുന്നു. അച്ഛൻ ഇച്ചിരി മദ്യപിച്ചാൽ കുഴപ്പമില്ല, ഭാര്യ ഇച്ചിരി മേക്കപ്പും ലോകപരമായി ജീവിച്ചാൽ കുഴപ്പമില്ല എന്നുള്ള പരസ്പര സ്വാതന്ത്ര്യം വിട്ടുകൊടുത്ത് ഒടുവിൽ കുടുംബത്തിനകത്ത് സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്നു. ഒരു കുടുംബത്തിനകത്ത് ഒരുമിച്ച് ജീവിക്കുവാൻ കഴിയാത്ത നിലകളിൽ പിന്നെ ആയിത്തീരുന്നു. ദൈവത്തെ ആരാധിക്കുവാനുള്ള ആലയം പണിയുന്ന കാര്യത്തിൽ ആയാലും ദൈവം നല്ല പണിക്കാരനായി നമ്മോടുകൂടെ ഇരിക്കുന്നു എങ്കിൽ മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല. അതുപോലെ യഹോവയുടെ ആലയം പണി നടത്തുവാൻ എസ്രാ ശാസ്ത്രിയും കൂട്ടരും വളരെ ആഘോഷത്തോടുകൂടെ പോവുകയും ആർപ്പോടും ആരാധനയോടും കൂടെ അതിനടിസ്ഥാനം ഇട്ടെങ്കിലും യഹൂദന്മാരുടെ വൈരികൾ പണി തടഞ്ഞു കളഞ്ഞു. എന്നാൽ അവർ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ദൈവം അവരോട് കൂടെ ഇരുന്ന് ആ ആലയത്തിൻ്റെയും ആ മതിലുകളുടെയും പണികൾ പൂർത്തീകരിച്ചു. ആമേൻ, ഹല്ലേലൂയ. ദൈവം ആലയം പണിയുന്നില്ല എങ്കിൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു, അതിന് സംശയമൊന്നുമില്ല. ദൈവത്തെ കൂടാതെയും ദൈവിക പദ്ധതികൾക്ക് വിരുദ്ധമായും പട്ടണം പണിയുവാൻ നിമ്രോദും കൂട്ടരും തീരുമാനിച്ചു. എന്നാൽ ദൈവം ഇറങ്ങി വന്ന് അവരെ ചിതറിച്ചു കളഞ്ഞു. അഹങ്കാരത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും നഗരമായിരുന്ന ബാബിലോൺ നഗരവും സിറിയയുടെ നിനവേ പട്ടണവും ദൈവം തകർത്തുകളയുവാൻ കാരണമായത് അവിടെ നിഗളമായിരുന്നു. എത്രയോ കുടുംബങ്ങൾ സ്തോത്രം ചിതറിപ്പോകുന്നത് പരസ്പരം സ്നേഹവും സമാധാനവും ഐക്യതയും സന്തോഷവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിഗളമാണ് കുടുംബങ്ങളെ ഭിന്നിപ്പിക്കുന്നത്. പ്രിയ ദൈവവൈതലേ, വീടും കുടുംബവും പട്ടണവും മറ്റും പണിയുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരുവൻ നിശ്ചയമായും പണിയേണ്ടത് തൻ്റെ ആത്മീയ ജീവിതത്തെ പണിയണം. നമ്മുടെ വിശ്വാസം കൊണ്ടും തീഷ്ണത കൊണ്ടും വിശുദ്ധ ജീവിതം കൊണ്ടും നാം ആത്മീയത്തിൽ നിലനിൽക്കുന്നതല്ല എങ്കിൽ സ്തോത്രം അതിനെക്കുറിച്ച് ദൈവം നമ്മെ നാം നിൽക്കുന്നതല്ല, ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നതാണ്. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം കൊണ്ടോ നമ്മുടെ തീഷ്ണത കൊണ്ടോ നമ്മുടെ നല്ല പ്രവൃത്തി കൊണ്ടോ നമ്മുടെ വിശുദ്ധ ജീവിതം കൊണ്ടോ നാം നിൽക്കുന്നതല്ല, മറിച്ച് ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത് കൊണ്ട് നാം നിൽക്കുന്നു എന്നേ ഉള്ളൂ. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ പണിയിലും ദൈവം കൂടെ നിന്ന് നമ്മെ താങ്ങിയില്ല എങ്കിൽ നാം ഹല്ലേലൂയ നാം പരാജയപ്പെട്ടു പോകും. മനുഷ്യൻ കണ്ടും അനുഭവിച്ചും തൃപ്തി വരാത്ത ഏക കാര്യം സമ്പത്താണ്. അത് എത്ര കിട്ടിയാലും അവന് മതിയാകുന്നില്ല. ഉപജീവനത്തിനായി മനുഷ്യൻ അധ്വാനിക്കണം, എന്നാൽ ജീവിതം നഷ്ടപ്പെടുത്തി സമ്പത്തുണ്ടാക്കുന്നത് നന്നല്ല. മതിയായ അധ്വാനവും ആവശ്യത്തിന് വിശ്രമവും എടുത്തുകൊണ്ട് ഒരുത്തൻ ദൈവത്തോടു കൂടെ അധ്വാനിച്ചാൽ അവൻ്റെ നന്മ അവൻ തന്നെ ഭക്ഷിക്കുവാനിടയാകും. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും എന്നുള്ള തിരുവചനം അവനിൽ യാഥാർത്ഥ്യമാകും. ആരാധനയും പ്രാർത്ഥനയും ഉപവാസവും ഇല്ലാതെയും എന്തിന് വിശുദ്ധ ആരാധന പോലും ജീവിതത്തിൽ ഇല്ലാതെ എത്രയോ പേർ ലോക ഇൻപങ്ങളിലും ലോകമോഹങ്ങളിലുമായിരിക്കുന്നു. പുറമേ ഈ കൂട്ടർ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. ലോകത്തിൽ ഇവർ ഭയങ്കര സന്തോഷത്തിലാണെന്ന് പറയുന്നെങ്കിലും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഇല്ലാതെ പലപ്പോഴും ജീവിതം തന്നെ ഒന്ന് അവസാനിച്ച് കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ കൂട്ടർ. അതിൽ കുറവല്ല. ആകയാൽ പ്രിയ ദൈവപൈതലേ, ഓരോരുത്തരും വീടും കുടുംബവും ആത്മീയവും എങ്ങനെ പണിയുന്നു എന്ന്
ശോധന ചെയ്ത് നമുക്ക് ദൈവത്തോടു കൂടെ നമുക്ക് ആത്മീയ പണിയിൽ ആയിരിക്കാം. ദൈവം അതിനായി ഈ പ്രഭാതം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവകൃപയിൽ നമുക്ക് ആശ്രയിച്ചുകൊണ്ട് ഇന്ന് പ്രഭാതം നമുക്ക് സങ്കീർത്തനക്കാരനോടുകൂടെ പറയാം, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. നമ്മെ പണിയുവാൻ, നമ്മുടെ തലമുറകളെ പണിയുവാൻ, നമ്മുടെ സഭയെ പണിയുവാൻ, നമ്മുടെ ഭവനത്തെ പണിയുവാൻ, നമ്മുടെ ഉപജീവനത്തെ പണിയുവാൻ, തലമുറകളുടെ ഭാവികളെ പണിയുവാൻ ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധ ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്ത് ഈ പ്രഭാതം നാഥ ഞങ്ങളെ ഒന്ന് പണിയണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പണിയണമേ, ഞങ്ങളുടെ ഭവനത്തെ പണിയണമേ, ഞങ്ങളുടെ ആത്മീയ ഭൗതിക നന്മകളെ പണിയണമേ കർത്താവേ, ഞങ്ങളുടെ ആരോഗ്യത്തെ പണിയണമേ. യേശുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ വാത്സല്യ കുഞ്ഞുങ്ങളെ എല്ലാവരും ദൈവകരങ്ങൾ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായ ഭൗതികമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. മകച്ചൊമങ്ങെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു.